ശരിക്കും ഈ ഒരു ODI സീരീസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ച ഒരു റിസൾട്ടാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. 3-0 തൂത്തുവാരി പരമ്പര. അങ്ങനെയാണ് വേണ്ടത്. കാരണം ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ അല്ല, ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ ഇന്ത്യ വേഴ്സസ് SA ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഒരു വിജയം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു പ്രേക്ഷകനും ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്. ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച്. കാരണം ടോസ് കിട്ടിയത് അഫ്ഗാനിസ്ഥാനാണ്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ആ ഒരു ഡിസിഷനിൽ പോലും അവർക്ക് പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 218 ഓൾ ഔട്ട് ആയത്. അവിടെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് നമ്മളെ 2 പേരുണ്ടായിരുന്നു. അത് ഒന്ന് നമ്മളെ ഒമർ സായി, പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷഹീദി. 2 പേരും അതിൽ ഷഹീദി സെഞ്ചുറി അടിച്ചപ്പോൾ ഒമർ സായി 50 റൺസ് എന്തോ ഉണ്ടായിരുന്നു. 2 പേരുടെ ആ ഒരു നോക്ക് ഒഴിച്ച് ബാക്കി ആർക്കും വലിയ രീതിയിൽ ഫോം ആവാൻ പറ്റിയില്ല. ശരിക്ക് ഒന്നും കൂടി 1-2 പ്ലേയേഴ്സും കൂടി ഫോം ആയിരുന്നെങ്കിൽ ഒരു കോമ്പീറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ടൈറ്റിലോട്ട് പോയേനെ. പക്ഷെ അവിടെ വരെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണയും കൂട്ടരും വിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം പ്രസിദ്ധ് കൃഷ്ണയുടെ കിഡിലൻ ബൗളിംഗ് ആയിരുന്നു. 5 വിക്കറ്റ് എടുത്തിട്ട് തകർത്ത് കളഞ്ഞ്, അതും അത്യാവശ്യം നല്ല എക്കണോമി തന്നെ കേട്ടോ. 8.2 ഓവേഴ്സ് എറിഞ്ഞ സമയത്ത് 26 റൺ കൊടുത്തിട്ടാണ് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് 5 എണ്ണം. ഏകദേശം 2.7 3-ൽ താഴെയാണ് ആളുടെ എക്കണോമി. ഇതിലും ബെസ്റ്റ് ബൗളിംഗ് വേറെ എങ്ങനെ എറിയാൻ വേണ്ടി പറ്റും? ആൻഡ് പ്രസിദ്ധ് കൃഷ്ണക്ക് കട്ട സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ മറ്റുള്ള ബൗളേഴ്സും ഉണ്ടായിരുന്നു. ബ്രാർ, പ്രിൻസ് യാദവ്, അതുപോലെ ഹർഷ ഡുബെ, ഇവർ 3 പേരും ഓരോ വിക്കറ്റ് എടുത്ത് പ്രസിദ്ധ് കൃഷ്ണനെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്തു. ആ ഒരു 219 എന്നുള്ളൊരു ചേസിംഗ് സ്കോർ ജയിച്ചതും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇന്ത്യ എന്നൊരു ടീം, അതും ODIയിൽ ഈ കഴിഞ്ഞ 2 മാച്ചിൽ, പ്രത്യേകിച്ച് രണ്ടാമത്തെ മാച്ചിൽ ആ ഡോമിനേറ്റിംഗ് ആയിട്ട് ജയിച്ചിട്ടുള്ള ഒരു ഇന്ത്യ ഈ മാച്ചിൽ അങ്ങനെ തന്നെ ജയിക്കണമല്ലോ. പ്രത്യേകിച്ച് 219 റൺസ് വേണ്ട ജയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 28.4 ഓവറിൽ, അതായത് 30 ഓവർ വരുന്ന സമയത്ത് 150 ബോളാണ്. അപ്പോൾ അതിനകത്ത് 8 കുറച്ച് കഴിഞ്ഞാൽ 172 ബോളിലാണ് കളി ജയിച്ചിട്ടുള്ളത്. 219 അല്ല, 224 റൺസ് എടുത്തിട്ട്, അതും 1 വിക്കറ്റിന്റെ നഷ്ടത്തില്. അവിടെയാണ് കളി. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഓപ്പണേഴ്സ് രോഹിത് ശർമ്മ, അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ, 2 പേരും കിഡിലനായിട്ട് തന്നെ കളിച്ചു. അതിൽ രോഹിത് ശർമ്മ 69 ബോളിൽ 79 റൺസ് എടുത്തിട്ടാണ് ഔട്ടായത്. ആള് ഏകദേശം ഒരു 2 പ്രാവശ്യം ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ സ്കോറിൽ എത്തുന്നതിന് മുന്നേ തന്നെ 20 റൺസിൽ താഴെ നിൽക്കുമ്പോൾ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് 2 ചാൻസ് കൊടുത്തു. ആ 2 ചാൻസും അഫ്ഗാനിസ്ഥാന് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവരെടുക്കാൻ പറ്റാത്തതിന്റെ വില പിന്നീട് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് കത്തിക്കയറിയാണ് നമ്മുടെ രോഹിത് ശർമ്മ. അതുപോലെ തന്നെ നമ്മുടെ യശസ്വി ജയ്സ്വാൾ 86 ബോളിൽ 110 റൺസാണ് ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതും വിന്നിംഗ് റൺസ് പോലും ആൾ തന്നെയാണ് എടുത്തത്. നോട്ട് ഔട്ട് ആയിരുന്നു. 170 റൺസ് എത്തിയപ്പോഴാണ് ശരിക്കും നമ്മുടെ രോഹിത് ശർമ്മ ഔട്ടായത്. അതിനുശേഷം ശ്രേയസ് അയ്യറാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇറങ്ങിയത്. നമ്മൾ ഇഷാൻ കിഷനെയോ അല്ലെങ്കിൽ ശുഭ്മൻ ഗില്ലിനെയൊക്കെ പ്രതീക്ഷിച്ച സമയത്ത് ശ്രേയസ് അയ്യർ 1 ഡൗണിൽ ഇറങ്ങി. 50 റൺസിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു ജയ്സ്വാലും ശ്രേയസും തമ്മിൽ. ശ്രേയസ് നോട്ട് ഔട്ട് ആയിട്ട് തന്നെ 19 ബോളിൽ 20 റൺസ് എടുത്ത് ആ ഒരു കളി ജയിപ്പിക്കുന്നവരെ അവിടെ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജയമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ജയത്തോടു കൂടി ഇന്ത്യ കിഡിലനായിട്ട് ആ ഒരു സീരീസ് അങ്ങ് തൂത്തുവാരി എന്ന് തന്നെ പറയാം.